ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ മെയിൻലി ഫോക്കസ്ഡ് ലേഡീസ് എന്ന് പറഞ്ഞാലും ഈ കാണുന്ന ബോയ്സിനോ അല്ലെങ്കിൽ ചേട്ടന്മാർക്കോ ഇതെല്ലാം അവരുടെ അനിയത്തിമാർക്കും അമ്മമാർക്കും അയച്ചു കാണിച്ചു കൊടുക്കാവുന്നതാണ്. എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്കത് ഉപകാരം മാത്രമേ ഉള്ളൂ. സോ എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട്, കുറച്ച് ഓർണമെന്റ്സ് കളക്ഷൻസ്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ദുബായിലായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. പക്ഷെ അതെല്ലാം എനിക്ക് ഭയങ്കര മെമ്മറബിളും അതുപോലെ കുറച്ച് നല്ല കളക്ഷൻസ് ആയതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. സോ ഫസ്റ്റത്തെ ഒരു ചോക്കർ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് വന്നതാ. എന്ത് എടുത്തേക്ക് കൊണ്ടുപോവാ രസമില്ലേ? ഇഷ്ടമായില്ലേ? നല്ലയാ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ജുമിക്കയുണ്ട്, കുഞ്ഞു ജുമിക്ക. ഈ ജിമിക്ക് മാത്രമായിട്ടും നമുക്ക് കുരുങ്ങി ജിമിക്ക് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം, ഇതുപോലത്തെ ഡ്രസ്സിക്കൊക്കെ അല്ലേ, രസമായിരിക്കില്ലേ? പിന്നെ ഈ ചോക്കർ ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട് ഞങ്ങളെ 3 പേരുടെ, അത് വേണമെങ്കിൽ ഇവിടെ എവിടെയെല്ലാം കൊടുക്കാം. പിന്നെ അടുത്ത ചോക്കർ, ഇത് ഞാൻ സാരിയിലേക്ക് ഇട്ടിരുന്നതാ. കണ്ടോ, നമുക്ക് സാരിക്ക് പിന്നെ ദാവണി വേണമെങ്കിൽ പട്ടുപാവാട എല്ലാത്തിലേക്കും ഇടാവുന്നതാണ്. പിന്നെ ഉള്ളത് കുറച്ച് മോഡേൺ ഒരു ചോക്കറാണ്. എൻ്റെ അടുത്ത് കുറച്ചധികം ചോക്കേഴ്സാണ് കൂടുതൽ. മാലയെല്ലാം അമ്മ ഭയങ്കരമായിട്ട് മാലയുടെ ആള്, ഞാൻ കുറച്ച് ചോക്കറിൻ്റെ ആള്. കണ്ടോ, ഇത് ഭയങ്കര മോഡേൺ ടൈപ്പാണ്, പക്ഷെ നല്ല നല്ല രസമാണ്. ഇതിൻ്റെ കമ്മലും കുറച്ച് സെയിം ഇതിൻ്റെ അതേപോലെ മോഡലുണ്ട്. ഇതെന്നെ അനിയത്തി ഇട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ട്, അത് ഞാൻ എവിടെയെങ്കിലൊക്കെ കൊടുത്തേക്കാം. പിന്നെ ഇത് മാലയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മാലയാണ്, പക്ഷെ ഞാൻ മാലയായിട്ടല്ല ഇടാറ്. ഇത് ഞാൻ ഇടാറ് അരപ്പട്ടയായിട്ടാണ്, ഇങ്ങനെ നടൂര് അരപ്പട്ടയായിട്ടാണ് ഞാൻ ഇടാറ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഓണത്തിന് ഞാൻ സാരിയല്ല, ഓണത്തിന് ബ്ലൗസും ജമ്പർ പാവാട അല്ലേ പറയാ, ജമ്പർ മേലക്കല്ലേ, പാവാട ഇട്ടപ്പോ അതിന്റെ കൂടെ അരയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അത്രേ ഉള്ളൂ, മാലയൊക്കെ അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നിട്ട് ഞാനൊന്നും ഇട്ടിട്ടില്ല. ഇടേണ്ട ആവശ്യം എനിക്ക് ഓണത്തിന് വന്നെങ്കിലും വിഷുവിന് വന്നെങ്കിലും അതല്ല ഇട്ടത്, അതിൻ്റെ ആവശ്യം വന്നില്ല. വരുമ്പോൾ ഇടാലോ. പിന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് എൻ്റെ കമ്മൽ കുറേ ഉണ്ട് കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞാൽ ഈ കമ്മല് മേടിച്ചിട്ട് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല, ഒന്നാമത്തെ കാര്യം. ഇത് ഒരു എന്തിനാ വാങ്ങിച്ചേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന ഇടാൻ വേണ്ടിട്ട്. അതൊക്കെ ഒരു രസത്തിന് എടുത്ത് വെക്കാതെ ഇടാലോ നമുക്ക്. പിന്നെ ഇതിനകത്ത് സീതാരാമൻ, രാമന്റെ അനിയന്റെ പേരെന്തായിരുന്നു? ലക്ഷ്മണൻ. അപ്പൊ അനുമായില്ലല്ലോ. ഇല്ല, അതാ സീതാരാമൻ ലക്ഷ്മണൻ എല്ലാവരും ഉണ്ട്. കാണിക്കാം. ഇതിങ്ങനെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഇട്ട് കാണിച്ചു തരണ. ഇതെനിക്ക് ഇഷ്ടമുള്ള കമ്മലാട്ടോ. ഞാൻ സീതാരാമനെയും കണ്ടിട്ട് എടുത്തതാണ്. ഞാൻ ആദ്യമായിട്ട് അതിടുകയാണ്. സത്യം ആദ്യമായിട്ടാ ഇടുന്നേ. കുഞ്ഞിട്ട് നോക്കിയിട്ടുണ്ട്. കൊള്ളാവോ? ഇതിങ്ങനെ ഇത് ഞാൻ ഇട്ടിട്ടില്ല. ശരിയാ ഇത് ഇട്ടിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈം ഇടുന്നത്. നല്ലയാ, എനിക്ക് ഇഷ്ടമാണ് ഈ കമ്മല്. പിന്നെ അടുത്തത് ഈ വീഡിയോയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് കൃഷ്ണനും രാധയുടെയും ഒരു കമ്മലാണ്. ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഞാനൊരു ബ്ലാക്ക്, നമ്മുടെ എന്താ പറയാ, ഡ്രസ്സിന് എന്താ പറയാ ചേച്ചി, ഇങ്ങനെ നേലടിക്കുന്ന ഒരു ടൈപ്പില്ലേ, ഇങ്ങനെ ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് ഒരു ബ്ലാക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന, അറിയില്ല അല്ലെ, അതിനെന്തോ ഒരു പഞ്ചാബ് ടൈപ്പ് എനിക്കറിയാം. സോ അതിന്റെ കൂടെ ഞാൻ ഇതിട്ടിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിന്റെ തലേന്ന്, വിഷ്ണുവിന്റെ കല്യാണത്തിന്റെ തലേന്ന് രസമില്ലേ? അമ്മേ കുരുങ്ങി. നന്നായി.
പിന്നെ ഒരു ആദ്യം വലിയ വലിയ കമ്മൽ കാണിച്ചിട്ട് പിന്നെ ചെറുത് കാണിക്കാവേ. പിന്നെ ഉള്ളത് പിന്നെ ഒരു ലോങ് കമ്മലും കൂടെ ഉണ്ട്. ഇത് ഞാൻ ഇപ്പൊ വിഷുവിന് ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കമ്മൽ. ഇത് നോർമൽ ഒരു ജുമുക്ക, ലോങ് ആയിട്ട് വന്നിട്ട് ജുമുക്ക, അതിലൂടെ മയിൽ വരുന്ന ടൈപ്പ് കമ്മൽ. ഈ ദേവി പോയി പൊട്ടി. ഒട്ടിക്കാൻ പറ്റുമോ? ആ നമുക്ക് ഒട്ടിക്കാം. അത് പശ വെച്ച് ഒട്ടിക്കാം. എങ്ങനെയാലും ഒട്ടിക്കണം. ഒട്ടിച്ചേ പറ്റും. ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം. കണ്ണ് പിന്നെ ഉള്ളത് ഇനി ജുമുക്കയാണ്. ജുമുക്കല്ലടി ജിമുക്ക. ഓക്കെ, ജിമുക്ക. ഇത് ഞാൻ ഇട്ട് കാണിച്ചത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ദുബായിലോട്ട് വരുമ്പോ ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്നതാ. ഇതിന്റെ കൂടെ കൊണ്ടുവന്ന 2-3 കമ്മല് ഞാൻ അപ്പോ കൊടുത്തു. എല്ലാരും കൊടുത്തു. ആരൊക്കെയോ ഉണ്ടായിരുന്നപ്പോ കൊടുക്കാനുള്ള അവർക്ക് എല്ലാരും കൊടുത്തു. ഇത് മാത്രം ഇടാൻ പറ്റുന്നില്ല. അതിനുള്ളിലോട്ട് കാണിച്ചാ മതി. ഇതിട്ടിട്ടുള്ള ഡാൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് റീൽസ്. ഞാൻ മറ്റേ ദുബായില് അജ്മാനിലൊരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ഈ ജുമുക്ക ഒരു ബ്ലാക്ക് സാരി, ഒരു വലിയ ബ്ലൗസൊക്കെ ഇട്ടിട്ടായിരുന്നു ഡാൻസ്. ഇത് സത്യം പറഞ്ഞാൽ ഈ ജിമുക്ക എൻ്റെ അമ്മയുടെ ജിമുക്കയാണ്. പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് വന്നത്. ഇതിന്റെ കൂടെ ഒരു റെഡ് മുത്തുള്ള ജിമുക്ക ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ എവിടെയും ഇട്ടിട്ട് ഞാൻ എവിടെയും എടുത്തു വെച്ചു. അത് എടുത്തു വെച്ച് എന്റെ ബാഗിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് കണ്ടപ്പോഴേക്കും അത് ഓർമ്മ വന്നത്. അത് ഇനിയിപ്പോ എടുത്തു വരാൻ. ഇത് എടുത്തിട്ട് വന്നതിന് അമ്മ എന്നെ ചീത്ത പറഞ്ഞു. എന്നെയല്ല ചീത്ത പറഞ്ഞ, അതാ വിറ്റ്. എന്റെ അനിയത്തിയും ചീത്ത പറഞ്ഞു. അവള് വേറെ സ്ഥലത്താണല്ലോ പഠിക്കുന്നത്. അപ്പൊ അവള് അവിടേക്ക് എടുത്തോണ്ട് വെച്ചിട്ട് പരിപാടിക്ക് എടുത്തോണ്ട് വെച്ചിട്ട് അമ്മ അവള് വിളിച്ച് ചീത്ത പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞ് കമ്മലൊക്കെ എടുത്തുകൊണ്ട് ശ്രേമോളെ. ഞാൻ പറഞ്ഞു കുഞ്ഞല്ല, ഞാൻ എടുത്തിട്ട് വന്ന്. എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ രണ്ട് കമ്മൽ അതുപോലെ അടിച്ചു പറ്റി. ഈ സെയിം ഈ കമ്മല് ഞാൻ അമ്മയുടെ അടുത്ത് അടിച്ചു പറ്റിയതാണ്. പക്ഷെ അമ്മ അറിഞ്ഞില്ല ഞാൻ എടുത്ത് കൊണ്ടുവന്നത്. അല്ല, അത് അമ്മ അന്ന് ആ തല്ലുണ്ടായതിന്റെ ശേഷമാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഞാൻ എടുത്തിട്ട് അടിച്ചു മാറ്റലിന്റെ ആള്. പിന്നെ ഈ കമ്മല് ഇത് ഞാൻ ഇതുപോലെ നാട്ടിന്ന് ഫസ്റ്റ് ടൈം വരുമ്പോ എടുത്തിട്ട് കൊണ്ടുവന്നത്. അത് സാരിയുടെ കൂടെ സെറ്റ്. സാരി സെറ്റും ഉണ്ട്. ഇതിന്റെ കൂടെ ഒക്കെ നല്ല മാച്ച്. ഇത് അമ്മയുടെയാണ് ശരിക്കും. ഇതിന്റെ കൂടെ ഒരു ലോങ് മാലയുണ്ട്. അത് രണ്ടും ലക്ഷ്മി ദേവിയാ അല്ലേ? ഇത് ലക്ഷ്മി ദേവിയുടെയാണ്. അടിയില് മുത്തുള്ളത്. ചെറുതായിട്ട് കളറൊക്കെ പോയിരിക്കണം. കാരണം ഇത് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 3-4 years ആയി. ഇത് പുതിയതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതിനും ഉണ്ട് ഒരു മാല, വലിയ മാല. ഞാൻ ഇടാത്ത തന്നെ കമ്മല് മാത്രം എടുത്തിട്ട് വന്നു. പിന്നെ ഇതിനിവിടുത്തെ മുത്ത് പോയി. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിടാം. ഇങ്ങനെ തിരിച്ചിട്ട് അമ്മി കാണില്ല. ഇതും ഒരു കുഞ്ഞി കമ്മല്. ഇതോ ന്യൂ മോഡൽ കമ്മൽ. ഇതിനെന്ത് പറയപ്പോ? ഇത് മാൻ കമ്മൽ. ഇത് ഞാനിപ്പോ ഇടാം. ഇതെനിക്ക് ഇഷ്ടമാണ്. അയ്യോ, എങ്ങനെയുണ്ട്? ഇത് മാൻ കമ്മൽ. കടുവ കണ്ടാൽ എന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. സോറി ഗൈസ്, കത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. ഈ കമ്മല് സത്യം പറഞ്ഞാൽ ഈ കമ്മലെല്ലാം അല്ലെങ്കിൽ ഓർണമെന്റ്സ് എല്ലാം എടുത്തിട്ട് വന്നപ്പോ ഞാൻ ഇതിനെല്ലാം ഇട്ടായിരുന്ന ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം ഭയങ്കര വലിയ കമ്മലാകണ്ട. ഇതെല്ലാം ഞാൻ ഇടും ഗൈസ്, പക്ഷെ എന്നെന്ന് എനിക്കറിയില്ല. ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നാട്ടിലൊക്കെ ആകുമ്പോൾ നാട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ പരിപാടിയായിട്ട്, കല്യാണം, എൻഗേജ്മെന്റ്. ഇവിടെ ഒന്നുമില്ല. സോ അതുകൊണ്ടൊന്നും ഇടാറില്ല. ഇനി അടുത്തത് എന്റെ ഫേവറേറ്റ്. അതായത് അത് ഇവിടെ ഉള്ളതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ജ്വല്ലറീസ് ഉള്ളതിനെ അല്ലെങ്കിൽ ഓർണമെന്റ്സ് ഉള്ളതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എന്റെ കയ്യിലുള്ള ഒരു സാധനം ആണ്. അത് ഏറ്റവും കൂടുതൽ എടുത്ത് വെക്കാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് കുപ്പികള. ഇതിന്റെ പല കളറും എന്റെ നാട്ടിലുണ്ട്. മഞ്ഞ, പച്ച, നീല, കറുപ്പ്, എല്ലാ കളറും ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ചേ ഉള്ളൂ. കാരണം ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒന്നും നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചതല്ല. ഇവിടെ എല്ലാം ഇത് നല്ല വിലയാ. പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇത്
ഇതെല്ലാം നാട്ടിൽ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് കരിവള. ഇതിന്റെ എനിക്ക് ഉരുണ്ട ടൈപ്പാ ഇഷ്ടം കൂടുതലും. എല്ലാ വളയിലും എനിക്ക് ഉരുണ്ട ടൈപ്പാ കൂടുതലും ഇഷ്ടം. ഇതില് കിളിപ്പച്ച കണ്ടാ, ആരുടെ ഇല്ലാത്ത കളറുള്ള കിളിപ്പച്ച. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ എന്താ പറയാ, നമ്മള് നോർമൽ ഒരു വൈറ്റ് എന്താ സെറ്റിന്റെ ഒരു നോർമൽ ഒരു ടോപ്പോ അല്ലെങ്കിൽ നോർമലി കുഞ്ഞു ഉടുപ്പ് പോലത്തെ ടൈപ്പൊക്കെ, അതിനൊക്കെ വെറുതെ ഒരു കയ്യിലോ അല്ലെങ്കിൽ 2 3 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന്റെ തന്നെ ഡാർക്ക് പച്ച, കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉള്ളൂ, പക്ഷെ ബാക്കിയൊക്കെ നാട്ടിലാണ്. പിന്നെ ഉള്ളത് റെഡ്. ഈ പച്ച ഉരുണ്ട ടൈപ്പല്ല, എന്താ പറയാ, ഇത് പൊട്ടുന്ന ടൈപ്പാ, ചില്ല് മോഡല് പോലെയാ, ഉരുണ്ട ടൈപ്പല്ല, പെട്ടെന്ന് പൊട്ടും. ഉരുളുന്നത് എന്താ, ഗ്ലാസ് ടൈപ്പ് അല്ലേ? അപ്പൊ അത് ഗ്ലാസ് തന്നെയാ, പക്ഷെ അത് ഉരുണ്ടതാവുമ്പോ കുറച്ചും കൂടെ കാലം നീണ്ടു നിൽക്കും, പൊട്ടാത്ത രീതിക്ക് ഉണ്ടാവും. മറ്റേത് പെട്ടെന്ന് പൊട്ടും. ഇപ്പൊ ഈ റെഡ് കണ്ടോ, ഇതെല്ലാം ഉരുണ്ട റെഡാ, ഇതല്ല. പക്ഷെ ഇനി എടുക്കാൻ പോകുന്ന റെഡ് ഇത് ഉരുണ്ട ടൈപ്പ് അല്ല. അത് കാണുമ്പോ നമുക്ക് മനസ്സിലാവും റെഡാണോ, ഇത് റെഡാ, പക്ഷെ ഉള്ളില് ഉരുണ്ട ടൈപ്പ് അല്ലടാ, ഉള്ളില് വേറെ കളർ പോലെ തോന്നിക്കും. അത് ലൈറ്റ് അടിക്കുമ്പോ അത് ചെറിയ ഓറഞ്ച് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര മീൻസ് പക്ക റെഡ് കളറാ ഇത് കാണുമ്പോ, അതാ. മറ്റേത് നല്ല റെഡ് അല്ല. ഇതല്ല, ബാക്കിയുള്ള എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാ പെട്ടിയിലിട്ടിട്ട്. പക്ഷേ ഈ വള ഇത് എന്താന്ന് വെച്ചാൽ ഞങ്ങള് എല്ലാ പ്രാവശ്യം കുപ്പിവള നമ്മുടെ ഉത്സവത്തിനാണ് മേടിക്കുക. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിനും ഈ പ്രാവശ്യത്തെ ഉത്സവത്തിനും ഞാൻ കൂടിയിട്ടില്ല. അതിന് പകരം അമ്മ അവിടെ നാട്ടിൽ നിന്ന് വരുമ്പോ അവരെ കയ്യിലെല്ലാം കൊടുത്തു വിട്ടതാ. പൊട്ടാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അമ്മ തന്നെ സെലക്ട് ചെയ്ത, കാരണം അമ്മ പറഞ്ഞു എന്റെ അടുത്ത് എല്ലാം സിമ്പിൾ മീൻസ് ഒറ്റ കളറോളാ, ഇതെല്ലാം ഡബിൾ കളറാ, ഡബിൾ. സോ അത് എനിക്ക് ഇത് ഭയങ്കര മെമ്മറബിൾ ആ. കാരണം അത് അമ്മ അറിഞ്ഞ്, ഞാൻ എല്ലാ പ്രാവശ്യവും കുപ്പിവള നമ്മുടെ അവിടെ എല്ലാവരും മേടിക്കും. കുപ്പിവള എനിക്കൊരു ഭയങ്കര ക്രേസാ. പൂരത്തിനാണ് കൂടുതലും മേടിക്കുക, എല്ലാ ഉത്സവത്തിനും പോയി മേടിക്കലാണ് മെയിൻ പരിപാടി. അപ്പോ ഇത് അമ്മ അങ്ങനെ കൊടുത്തു വിട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത്, അയ്യോ അമ്മ എനിക്ക് എന്നാലും അത് കൊടുത്തു വിട്ടില്ലേ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം, അമ്മ അത് ഓർത്ത് കൊടുത്തു വിട്ടില്ലേ, അപ്പൊ ഭയങ്കര സന്തോഷമായി. പിന്നെ ഉള്ളത് ഇത് നോർമൽ വളയാണ്. ശരിക്കും പറഞ്ഞാല് ഇത് ഞാനൊരു ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാ. നോർമലി 2 ഒക്കെ വെച്ചിട്ടിട്ടാണ്. അങ്ങനത്തെ വള ഞാൻ കൂടുതൽ ഇടാറില്ല, എന്നാൽ ആ ഡ്രസ്സിന്റെ കൂടെ ചേരും. അപ്പോ ഇത്രേ ഉള്ളൂ. UAE അല്ലെങ്കിൽ ദുബായിൽ എൻ്റെ കയ്യില് ഞാൻ സ്വരുക്കൂട്ടി എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓർണമെന്റ്സ് ആണ് ഇപ്പൊ കാണിച്ചത്. ഇതിനപ്പുറത്തേക്ക് എനിക്കറിയാം ഇത് വളരെ കുറച്ചാണ് ഇവിടെ. എന്നാലും എന്നെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെ കുറച്ച് ഓർണമെന്റ്സ് ഇരിക്കുക എന്നുള്ളത് വലിയ കാര്യം. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എപ്പോഴെങ്കിലും ഇടും. കാരണം നമ്മൾ എപ്പോഴും ഇടുന്നത് നോർമൽ ഫോർമൽ ഡ്രസ്സസാണ്. വളരെ റയറാണ് നമ്മളൊരു ട്രഡീഷണൽ ലുക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ വിഷുവിന് നമുക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ടായിരുന്നു. എന്നാലും വിഷു അല്ലേ എന്ന് വെച്ചിട്ടാണ് എൻ്റെ 2 ദിവസം മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത്, അതാണ് നമ്മുടെ വിഷു ഇവിടെ. പക്ഷെ അപ്പോഴും നമുക്ക് ആ ഡ്രസ്സിലും അല്ലെങ്കിൽ ആ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നമ്മളെ കാണാൻ തന്നെ ഒരു സന്തോഷം. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.